ഞാനിപ്പോൾ ഒരു ബാങ്കിൽ പോയാലും എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ബിക്കോസ് ദേ നോ വെൻ ദേ ടേക്ക് മൈ സിബിൽ ദേ നോ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ക്രെഡിറ്റ് വർത്തി, ഇസ് എ ജെന്യൂൻ പേഴ്സൺ, ഒത്തന്റിക് പേഴ്സൺ. അതേപോലെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിരുന്ന ബാങ്കേഴ്സിന്റെ എഗെയിൻസ്റ്റും ഞാൻ വളരെ അങ്ങേയറ്റം പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും കഴിഞ്ഞ ഒരു 18 കൊല്ലമായിട്ട് ഫോർ പാസ്റ്റ് 18 years ഐ എം എ വെരി സിബിൽ ഹെൽത്തി പേഴ്സൺ. ഇപ്പോൾ ഗ്രോസറി സ്റ്റോറിൽ ഇടയ്ക്ക് വൈഫ് പോകാൻ പറയും, അപ്പൊ ഞാൻ പറയും എനിക്ക് ഓപ്ഷനിൽ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു 100 രൂപ എടുത്ത് തരും. അങ്ങനെ പോവാറുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഞാൻ പറഞ്ഞല്ലോ ഐ എം വെരി ചൂസീവ്. ഞാൻ പേഴ്സണലി ബാങ്കിനെ യൂസ് ചെയ്യുന്ന എൻ്റെ ഉപയോഗത്തിന് വേണ്ടിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ ഒരു ബിഗ് ഫെയിലിയർ ആവേണ്ട ആളാണ്. ബട്ട് എന്നെ എന്തെങ്കിലും ജീവിതത്തിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാഷൻ ആയിട്ടുള്ള സ്റ്റാമ്പ് കളക്ഷൻ, 1 രൂപ കളക്ഷൻ, മാച്ച് ബോക്സ് കളക്ഷൻ, ഈ 3 കാര്യങ്ങളാണ് എന്നെ ജീവിതത്തിൽ കൂടുതൽ മുന്നേറാൻ പ്രേരിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ 100th ബർത്ത് ആനിവേഴ്സറി, 100ാം ജന്മ വാർഷികം പ്രമാണിച്ചാണ് ഈ നോട്ട് ഇറക്കിയത്. ഇതിൽ സൈൻ ചെയ്തിരിക്കുന്ന ഫിനാൻസ് സെക്രട്ടറി IJ പട്ടേൽ. ഇതിന്റെ പ്രത്യേകത ഇനി വേറെ 1969 മാത്രം ഇറങ്ങിയതിന് ശേഷം പിന്നെ ഗാന്ധിജിയുടെ മുഖം 1 രൂപ നോട്ടിൽ വന്നിട്ടേ ഇല്ല. ഇപ്പോൾ ധ്യാനിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 20/12/88. ധ്യാൻ ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. അടുത്തത് ഹണി റോസിന്റെ ആണ്. ഒന്നും പറയാനില്ല. മാച്ച് ബോക്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ശിവകാശി പോലെയുള്ള ഇത് സാത്തൂർ, അങ്ങനെ ഒരുപാടധികം സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും കിട്ടും. One unique thing about my collection is that I am not a member of any philatelic or numismatic club in Kerala, India or world. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 1 രൂപ നോട്ടുകളുടെ കളക്ഷൻ ഉള്ള ആളുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആളുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ 1 രൂപ നോട്ട് മുതൽ അവസാനം ഇറങ്ങിയ 1 രൂപ നോട്ട് വരെ ഉണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി കളക്ഷൻ ഉണ്ടെന്ന്. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള സീരിയൽ നമ്പർ ഉള്ള കറൻസികൾ ആള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ആളുകൾക്ക് കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് ബാക്കിയുള്ള കളക്ഷനും കൂടെ ഒന്ന് കാണാം. അരവിന്ദ് കുമാർ പൈ അല്ലേ? അതെ. പേരിന് കുറച്ച് എന്താ പറയാ ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവുന്ന. അരവിന്ദ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ, അരവിന്ദ് എന്നാണ് അല്ലേ പേര്? ഈ ഒരുപാട് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, ലക്ഷപ്രഭുവാണ് അല്ലേ? ലക്ഷപ്രഭു. ഞാനും ഇരിക്കുന്നത് ആ ലക്ഷപ്രഭുവിന്റെ പായയുടെ സൈഡിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കളക്ഷൻ ഉണ്ടാവാന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. എവിടെ നിന്നൊക്കെയാണ് ഇങ്ങനെ ഇത്രയും കളക്ഷൻസ് ഒപ്പിച്ച് എടുത്തത്? ഇതൊക്കെ വലിയ കഥയാണ്. ഇതിന്റെ കറക്റ്റ് ഒരു ബാക്ക് ഹിസ്റ്ററി പോകണമെന്നുണ്ട്. ഒരു 4ാം ക്ലാസ്സിലേക്ക് പോകണം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേക വിഷയത്തിന് 0 മാർക്ക്, ഐ മീൻ 0 മാർക്സ്. ഒരാൾക്ക് ഒരു 0 മാർക്ക് കിട്ടുമ്പോഴത്തേക്കും അത് എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരനും മാത്രം 0 മാർക്സ് കിട്ടിയിട്ടുണ്ട്. അവന്റെ പേര് വിഷ്ണു എന്നാണ്, ഖത്തറിലാണ്. ബാക്കി എല്ലാവർക്കും നല്ല മാർക്സ് ഒരു പ്രത്യേക വിഷയത്തിന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കംപ്ലീറ്റ് അന്ന് ഭയങ്കരമായിട്ട് എന്താ ഒരു വളരെ നെഗറ്റീവായ ഒരു കളിയാക്കിയിട്ട് ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ അന്ന് ഒരു തോന്നലില്ലെങ്കിൽ ഒരു 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴും എനിക്കത് മനസ്സിൽ ശരിക്കും ഫീലായി. ഞാൻ ആലോചിച്ചു എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നമ്പർ 1 ആയി തീരണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ജീവിതത്തിൽ ഒരു കാര്യത്തിൽ. അപ്പൊ എന്റെ ഫുൾ ഫോക്കസ് എന്ന് വെച്ചാൽ ഈ 1 രൂപയിലായിരുന്നു. സ്റ്റാമ്പ്സ് ആണ് എൻ്റെ ഫസ്റ്റ് ലവ്. ആ സ്റ്റാമ്പ്സ് കഴിഞ്ഞാൽ പിന്നെ 1 രൂപ നോട്ടിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അപ്പോൾ 1 രൂപ നോട്ട് മാക്സിമം സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങി. ചെറുപ്പം മുതൽ തുടങ്ങിയ ഒരു ക്രേസ് ആണ്. ആ ക്രേസ് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ക്രേസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും നേടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും. ഐദർ യു മേക്ക് ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ്. എൻ്റെ ലൈഫിൽ മേക്ക് ഇറ്റ് ആയിരുന്നു. ഐ വാസ് ഏബിൾ ടു ഗെറ്റ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് 1 രൂപി നോട്ട്സ്. ഞാൻ ഇന്ത്യയിൽ പല സ്ഥലത്ത് പോയിട്ടുണ്ട്. പലയിടത്തു നിന്നും 1 രൂപി നോട്ട്സ് ശേഖരിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് മാത്രമല്ല ആർക്കും അതാവാം. ബട്ട് മെനക്കെടണം എന്ന് മാത്രമല്ല, ഒരു സിംഗിൾ പോയിന്റ് ഫോക്കസ് ഉണ്ടാവണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ പറ്റുന്ന വരില്ല, ഇൻക്ലൂഡിങ് അവർ എന്താ പറയുക ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട് സർക്കിൾ. അപ്പോൾ it was a huge journey that started from a little concept that happened like in 4th standard. അതിനുശേഷമാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ 1 രൂപ നോട്ടിന്റെ റെക്കോർഡ് ശേഖരമുള്ള ആളാണ്. അത് അതിനകത്ത് ഒന്നാമതായി അല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ, ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള സീരിയൽ നമ്പർ ഉള്ള ആ കറൻസിയിലെ സീരിയൽ നമ്പേഴ്സ് ഉള്ള നോട്ടുകൾ ആളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരുപാട് കൊടുത്തു അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് സുരേഷ് ഗോപി സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അത് ജൂലൈ മാസത്തിലാണ്, ഇടയ്ക്കാണ്. അതെ, ഐ മീൻ ജൂലൈയിലാണ് സുരേഷ് ഗോപിയേട്ടന് കൊടുത്തത്. അങ്ങനെ ഒരുപാട് പേർക്ക്, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള ശിവൻകുട്ടി സാറിന് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേര്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ കൊടുത്തത് നമ്മുടെ ബിജു രമേശ് സാറിനാണ്, രാജധാനിയിലെ ബിജു രമേശ് സാർ. ഞാനല്ല കൊടുത്തത്, എന്റെ അമ്മയാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 24 മാർച്ച് 1965. അതിന്റെ സീരിയൽ നമ്പർ ഉണ്ടായിരുന്നു. ഡോക്ടർ ബിജു രമേശ് സാറിനാണ് ലാസ്റ്റ് എന്റെ അമ്മ കൊടുത്തതാണ്. അടിപൊളി. ഇപ്പൊ ഇവിടെ ഉള്ളതൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കൂ എല്ലാവർക്കും. ഇപ്പോൾ ധ്യാനിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 20/12/88. ധ്യാൻ ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്, എന്റെ മാത്രമല്ല എല്ലാവരുടെയും. കാരണം അദ്ദേഹം ഒരു ആക്ടർ എന്നൊക്കെ കൂടുതൽ ഉപരി ഐ ലൈക്ക് ഹിം ആസ് എ പേഴ്സൺ ഹൂസ് എ ഗുഡ് ഒറേറ്റർ. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ്, ഐഡിയാസ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ടാലന്റ്, സംതിങ് ദാറ്റ് ഐ ഓൾവേസ് കൊടുക്കണം എന്നാണ് ആഗ്രഹം. അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, എപ്പോഴെങ്കിലും പറ്റട്ടെ. അടുത്തത് ഫഹദ് ഫാസിൽ ഉണ്ട്. ഹി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ്. പൃഥ്വിയും ഫഹദും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് റൈറ്റ് നൗ. ലാലേട്ടൻ ഓൾ ടൈം ഫേവറേറ്റ്. ഓക്കെ, അടുത്തത് ഹണി റോസിന്റെ ആണ്. ഒന്നും പറയാനില്ല. ഐ മീൻ ഐ കളക്ട് ഓൾ ദി ആക്ടേഴ്സ്. ഓക്കെ, അടുത്തത് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പ്രത്യേകം സ്പെഷ്യൽ ഇഷ്ടമുണ്ട്. മാർക്കോ ഒക്കെ വാസ് അമേസിംഗ്. മാളികപ്പുറം ജയറാമേട്ടൻ. പൃഥ്വി സർ, ഓൾവേസ് ലവ് ഹിം. മമ്മൂക്ക ഫാൻ ആണോ? ലാലേട്ടൻ ഫാനാണ് ആദ്യം, അതിനുശേഷം അടുത്തത് KGF, one of my other favorite actor. KGF ഞാൻ ഒരു 30 ടൈംസ് കൂടുതൽ കണ്ടിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ, I love him. തളപതി, yeah, of course, great fan of him. ഇവിടെ ഒരു തളപതി ഫാൻ ഉള്ളതുകൊണ്ട് വന്ന് കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാ അരവിന്ദ് ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുന്നത്? അതായത് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നോട്ട് കിട്ടിയിട്ട് അതിനകത്തുനിന്ന് മാറ്റുന്നതാണോ, അതോ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് മാറ്റുന്നതാണോ? ഇതിനകത്ത് ഇറ്റ്സ് എ കമ്പൈൻഡ് ഓഫ് ബോത്ത്. ഇപ്പൊ നമ്മൾ ഇത്തിരി എഫേർട്ട് എടുക്കണം. ദൈവാധീനം കൊണ്ട് 2015 മുതൽ 2020 വരെ നല്ല രീതിയിൽ എനിക്ക് ഒരു രൂപ നോട്ട് ശേഖരിക്കാൻ പറ്റി. എൻ്റെ പുറകെ തന്നെ ആയിരുന്നു ഒരുപാട്. കേരളത്തില് 2015 ആദ്യമായിട്ട് ഒരു രൂപ നോട്ട് വന്നപ്പോഴത്തേക്ക് അത് ഞാൻ കൊടുത്തത് എൻ്റെ മോൾക്ക് തന്നെയാണ്. ഓ, അടിപൊളി. അതിനുശേഷമാണ് ഈ ഒരു രൂപ നോട്ടൊക്കെ എല്ലായിടത്തും ഞാൻ, കാരണം ഇഫ് മൈ മെമ്മറി ഇസ് റൈറ്റ് 2015 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിജി ഈ നോട്ട് ഇറക്കുന്നത്, രാജീവ് മെഹർഷി എന്ന് പറഞ്ഞ ഫിനാൻസ് സെക്രട്ടറിയിൽ സൈൻ ചെയ്യുന്നതും രാജസ്ഥാനിലെ ശ്രീകാഞ്ചി മന്ദിറിൽ വെച്ചാണ് ഇത് ആദ്യമായിട്ട് ഇഷ്യൂവിൽ വരുന്നത്. മീൻ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ. സോ രാജസ്ഥാനിൽ നിന്ന് തന്നെ എനിക്ക് ഒരു രൂപ നോട്ട് അന്ന് കിട്ടി. ആ നോട്ട് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ദാറ്റ് വാസ് ഹർ ഇയർ ഓഫ് ബർത്ത്. 2015 അവൾ ജനിച്ചത്. സോ കേരളത്തിലെ ഫസ്റ്റ് റീ ഇഷ്യൂ ചെയ്ത ഒരു രൂപ നോട്ടിൽ അവൾക്കാണ് ഞാൻ കൊടുത്തത്. പിന്നെ ശരിക്കും പറഞ്ഞാലേ ഈ എറർ നോട്ടുകൾ ഉണ്ടല്ലോ, ആ എറർ നോട്ടുകൾ കാരണം എന്താ പ്രിന്റിങ്ങില് മിസ്റ്റേക്സ് വന്നിട്ടുള്ള നോട്ട്സിന് ഇത്ര വാല്യൂ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ട് പറഞ്ഞു. ചിലപ്പോ എന്റെ വിവരമില്ലായ്മ ആയിരിക്കാം. നമുക്ക് നോട്ട്സ് ഇപ്പോ ഐ മീൻ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രോഡ്സ് ഒക്കെ നടക്കുന്ന ഒരു ഇതാണ്. കാരണം കഴിഞ്ഞ ദിവസവും ആരെയോ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗോയിങ് ത്രൂ മനോരമ ന്യൂസിന്റെ ഒരു വീഡിയോ കാണുമായിരുന്നു. ഒരു രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കിട്ടും, 10 ലക്ഷം കിട്ടും, ഓൾ ഫേക്ക്. നോട്ട് എവിടെയാണ് റെയർ ആവുന്നത്? റെയർ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു രൂപ നോട്ട് എത്ര വേണമെങ്കിലും ആൾക്കാർക്ക് സമ്പാദിക്കാൻ വേണം. പക്ഷെ അത് നിർത്തലാക്കി, 2020 നിർത്തലാക്കി. പിന്നെ 21 കണ്ടിട്ടില്ല, 23 ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു രൂപ നോട്ട് എന്റെ കൈവശം വന്ന് ചേർന്നൊരു ഒരു രൂപ നോട്ടാണ്. ഇതാണ് നമുക്ക് കാണിച്ചത്. പ്രിന്റിംഗ് എറർ വന്ന നോട്ടാണ്. എക്സ്ട്രാ പേപ്പർ എന്ന് പറയും. എക്സ്ട്രാ പേപ്പർ എന്ന് വെച്ചാൽ അച്ചടി പിഴവ് സംഭവിച്ചൊരു നോട്ടാണ്. ഐ മീൻ ആ വരണ്ട ഷേപ്പിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ ആയിട്ട്. നമുക്കറിയാലോ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നോട്ട്ബുക്ക്, നമ്മുടെയൊക്കെ കാലത്തിൽ നമ്മൾ നോട്ട്ബുക്ക് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ മിസ്റ്റേക്സ് വരുമായിരുന്നു. എന്നിട്ട് നമ്മളൊരു സ്കെയിലൊക്കെ വെച്ചില്ലേ കൈവശൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പക്ഷെ ഇത് കൈവശം വന്ന മഹാലക്ഷ്മിയാണ്. അല്ല, ഇതിന് എത്ര രൂപ വിലയുണ്ട് പറയും? ഞാൻ സെല് ചെയ്യാറില്ല. കളക്ടർ എന്ന രീതിയിൽ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10,000 റുപ്പീസ്. ഈ ഒറ്റ രൂപ നോട്ടിന് 10,000 രൂപയുടെ വിലയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും ഞാൻ. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ കയ്യിലുള്ള മഹാലക്ഷ്മിയെ നമുക്ക് അങ്ങനെ ഞാൻ ഒരിക്കലും സെയിൽ ചെയ്യാറില്ല. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്റെ പ്ലഷറിന് വേണ്ടിയിട്ട്, എനിക്ക് മനസ്സമാനം കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാനിത് കളക്ട് ചെയ്തത്. കാരണം
എന്റെയൊക്കെ ചെറുപ്പത്തിലെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ ഒരു ബിഗ് ഫെയിലിയർ ആവേണ്ട ആളാണ്. ബട്ട് എന്നെ എന്തെങ്കിലും ജീവിതത്തിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാഷൻ ആയിട്ടുള്ള സ്റ്റാമ്പ് കളക്ഷൻ, ₹1 കളക്ഷൻ, മാച്ച് ബോക്സ് കളക്ഷൻ, ഈ 3 കാര്യങ്ങളാണ് എന്നെ ജീവിതത്തിൽ കൂടുതൽ മുന്നേറാൻ പ്രേരിപ്പിച്ചത്. സോ ഇതൊക്കെ വിൽക്കാന്ന് വെച്ചാൽ ഐ വിൽ നോട്ട് ഡു ദാറ്റ്. ഓക്കെ, ഒരിക്കലും ചെയ്യരുത്. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോ അരവിന്ദിനെ തേടി വന്നത്. ഇതിനകത്ത് വേറെ എന്തോ കൂടി ഒരു ഗാന്ധിജിയുടെ ഒരു നോട്ടും കൂടെ കാണിച്ചിരുന്നു. അതെ അതെ അതെ, ഗാന്ധിജിയുടെ ഫേസ് ഉള്ള ഒരു നോട്ട് പിന്നെ ഇറങ്ങിയിട്ടില്ല അല്ലെ? ₹1 നോട്ട് ആദ്യത്തെ ഇറങ്ങിയ 1949 നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ. അതിനുശേഷം 2020 വരെ ഇറങ്ങി. ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. 1994 നിർത്തലാക്കി. പിന്നെ 2015 സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഗാന്ധിജിയുടെ മുഖമുള്ള ₹1 നോട്ടാണ്. ₹1 നോട്ട് ഇറക്കിയതിൽ വെച്ച് കൊമമറേറ്റീവ് ഇഷ്യൂ, ഒരു വ്യക്തിയുടെ ആദരസൂചകമായിട്ട് ഒരു നോട്ട് ഇറങ്ങിയത് 1969. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ 100th ബർത്ത് ആനിവേഴ്സറി, 100ാം ജന്മ വാർഷികം പ്രമാണിച്ചാണ് ഈ നോട്ട് ഇറക്കിയത്. ഇതിൽ സൈൻ ചെയ്തിരിക്കുന്ന ഫിനാൻസ് സെക്രട്ടറി IJ പട്ടേൽ. ഇതിന്റെ പ്രത്യേകത, ഇനി വേറെ 1969 മാത്രം ഇറങ്ങിയതിനു ശേഷം പിന്നെ ഗാന്ധിജിയുടെ മുഖം ₹1 നോട്ടിൽ വന്നിട്ടേ ഇല്ല. അത് ഇതിനെ ഒരു റെയർ എൻറ്റിറ്റി ആക്കി മാറ്റുന്നു. ഈ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഗാന്ധി ഇഷ്യൂവിന് ഭയങ്കര. ഇത് അരവിന്ദിനെ അവിടെ നിന്ന് കിട്ടിയേ? ഇത് വളരെ പണ്ട് ഞാൻ ജോലി ചെയ്യാനായിട്ട് ഇടയ്ക്ക് നാടൊക്കെ വിട്ടു പോയായിരുന്നു. അപ്പൊ ചെന്നൈയിലായിരുന്നു. അപ്പൊ ചെന്നൈയിൽ വെച്ച് എനിക്ക് കിട്ടിയാണ്. ഇറ്റ് ഇസ് ലോങ് ബാക്ക്. എനിക്ക് തോന്നുന്നു 2006 or 7 or 8, 6, 7, 8 or 2005 to 8 ഉള്ള ഏതൊരു കാലഘട്ടത്തിൽ കിട്ടിയാണ്. ഇത് ഇതേപോലത്തെ 2-3 ബണ്ടിൽസ് ഉണ്ട്. ഈ ബണ്ടിലിനും നല്ല റെയർ ആയിട്ടുള്ള, ഓൾമോസ്റ്റ് ലൈക്ക് 15 to 20K മാർക്കറ്റ് ലെവൽ. അഗൈൻ നമ്മൾ കൊടുക്കൂല. നമ്മള് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ₹1 നോട്ട് അരവിന്ദിന്റെ കയ്യിലുണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് വേണ്ടി കാണിച്ചു തരും. ഓക്കെ, ആദ്യമായിട്ട് ഇറങ്ങിയ നോട്ടാണല്ലോ ഇത്, ₹1 നോട്ട്. എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്ത, എല്ലാരും അങ്ങനെ കാണണം എന്നില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ₹1 നോട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നത്തെ ധനകാര്യ സെക്രട്ടറി ആയിട്ടുള്ള, ഐ മീൻ 1949 ധനകാര്യ സെക്രട്ടറി ആയിട്ടുള്ള KRK മേനോൻ സാറ് സൈൻ ചെയ്ത നോട്ടാണ്. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ് എന്ന വസ്തുത ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്. അല്ല, എനിക്കറിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യണം ആ ഇൻഫോ. നമ്മൾ ഈ PSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ഇതുമൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഐ മീൻ ആദ്യമായിട്ട് ₹1 നോട്ട്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ₹1 നോട്ടിൽ ഒപ്പ് ഇട്ട വ്യക്തി ധനകാര്യ സെക്രട്ടറി KRK മേനോൻ. ഇതാണ് ആ നോട്ട്. ഇതാണ് ആ നോട്ട്. ഇനി ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള നോട്ടും കൂടെ എനിക്കൊന്ന് കാണണം. പിന്നെ ഇതാണ് ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നോട്ടാണ് 2020 കോവിഡിന്റെ സമയത്ത്, കോവിഡിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ നോട്ടാണ് 2020. അന്ന് ധനകാര്യ സെക്രട്ടറി അത്താനു ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ഒപ്പിട്ട നോട്ടാണ്. ഞാൻ ജസ്റ്റ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു എറർ നോട്ടാണ്. കാരണം വളരെ ക്ലോസപ്പില് ശ്രദ്ധിച്ചറിയാം, ബാക്ക് സൈഡിൽ വരേണ്ട കുറച്ച് സംഭവം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. സോ ഇറ്റ്സ് എ എറർ നോട്ട് അഗൈൻ. അപ്പോ ആ ഒരു കാര്യം കൊണ്ട് അതും കൂടി കൊണ്ട് ഇത് റെയർ ആണ്. ലാസ്റ്റത്തെ നോട്ടാണ്, ഇന്ത്യയിൽ ഇറങ്ങിയ അവസാനത്തെ ₹1 നോട്ടാണ്. അതെ, അരവിന്ദിന്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇതും ഒരു റെയർ ആയിട്ടുള്ള ഒരു നോട്ടാണ് അല്ലേ? യെസ്, എറർ നോട്ട്. ഇപ്പൊ എടുത്തത് വേറെ ₹1 നോട്ടിൽ തന്നെ റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ 1991 അന്നത്തെ ധനകാര്യ സെക്രട്ടറി മോണ്ടേങ് സിംഗ് അലുവാലിയ സൈൻ ചെയ്തൊരു നോട്ടാണ്. എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സീരിയൽ നമ്പർ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ഡാൻസിങ് രീതിയിൽ, അപ്പ് ആൻഡ് ഡൗൺ രീതിയിലാണ് സീരിയൽ നമ്പർ. നോട്ട് ഓൺ എ സ്ട്രേറ്റ് ലൈൻ. ഇറ്റ്സ് നോട്ട് ഓൺ എ സ്ട്രേറ്റ് ലൈൻ. 0 ഒരെണ്ണം താഴേക്ക്. അതെ അതെ, 0 താഴേക്ക് വരുന്നു. അപ്പൊ അങ്ങനെയും ചിലപ്പോ ചെറിയൊരു റെയറിറ്റി ആവാം. ആൻഡ് ദിസ് വൺ ഇസ് സൂപ്പർ സ്പെഷ്യൽ ബിക്കോസ് ഇത് ബിമൽ ജലാൻ എന്ന് പറഞ്ഞ പ്രിന്റ്, ഇപ്പുറത്ത് വരുന്ന പ്രിന്റ് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു ₹1 നോട്ടാണ്. സോ ദാറ്റ്സ് ദ സ്റ്റോറി ഓഫ് ₹1 നോട്ട്സ്. ഇനി പറയാനാണെങ്കിൽ ഇപ്പോ എനിക്ക് ഇത് 2018 ₹1 ബണ്ടിലാണ്. ഈ ബണ്ടില് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എന്റെ ജന്മദിനത്തോട്ട്. ഓ അടിപൊളി. അതുകൊണ്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതെ അതെ, 22 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ മാർച്ച് 22. വർഷം പറയണില്ല കേട്ടോ. അപ്പോഴും വർഷം 2015 അല്ല 2010 അല്ല, വർഷം പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ വർഷം പറയാറില്ല, ജനിച്ച വർഷം പറയൂല. അത് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം
22 മാർച്ചാണ് എൻ്റെ ജനിച്ച ദിവസം. ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ. അന്നാണ് എൻ്റെ അമ്മ ഷി ഗേവ് മീ ബർത്ത്. അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരു ദിവസം എൻ്റെ ഒരു സ്പെഷ്യൽ നോട്ടായിട്ട് നിൽക്കും. ഈ 2018 നോട്ടിനും സ്പെഷ്യാലിറ്റി. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, കല്യാണം കഴിച്ച കുട്ടികളാട്ടോ. അപ്പൊ അതിരിക്കട്ടെ, അത് പറയാം. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ ബാക്ക് സൈഡിൽ 2018 എഴുതിയിട്ടുണ്ട്. 2017 നോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇയേഴ്സ് ഇവിടെ താഴെ എഴുതിക്കൊണ്ടിരുന്നത്. അവിടെ മാത്രമല്ല, ₹1 നോട്ടിൽ മാത്രമല്ല, നമുക്ക് ഏതൊക്കെ നോട്ട് ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ടോ എല്ലാം താഴെയാണ് ഇങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് മുകളിൽ നിന്ന് താഴെയായിട്ട് വന്ന ഒരു ഇന്ത്യൻ കറൻസി നോട്ട് എന്ന് പറഞ്ഞത് 2018 നോട്ടാണ്. അത് സുഭാഷ് ഗാർഗ് എന്ന് പറഞ്ഞ ധനകാര്യ സെക്രട്ടറി സൈൻ ചെയ്തു. അപ്പൊ ഇതെന്റെ ഒരു, ഇപ്പൊ ഞാൻ നേരത്തെ മാം ഹണി റോസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഒരു നോട്ട് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം കൃത്യമായിട്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഒരു രൂപയുടെ ബണ്ടിലാണ്. 0509 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബണ്ടിലാണ്. ഇതിനകത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഹണി റോസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ 5th of September 1991 ആണ്. ഐ മേ ഗോ റോങ് ഇഫ് മൈ മെമ്മറി ഈസ് ഇൻകറക്റ്റ്. ബട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ 67, 65 ഇങ്ങനെ സീരിയൽ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. 88, 81, 90, 91 സീരിയൽ നമ്പർ ഇല്ല. അതാണ് ഈ ഹണി റോസിന്റെ ഇതിനകത്ത് എടുത്ത്. അപ്പോൾ കെയർഫുള്ളി നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ 5th September ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എസ് രാധാകൃഷ്ണൻ സാറിന്റെ ജന്മദിനം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1888 ആണെന്ന് എൻ്റെ ഓർമ്മ. 5th of September 1888 ആണെന്ന് എൻ്റെ ഓർമ്മ. പക്ഷെ 88 ഞാനുണ്ട്. അത് വേറൊരു ഇതേപോലെ പ്രിന്റ് എടുത്തിട്ട് അത് വെക്കും. അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ₹1 നോട്ടിലോ ഏത് ബണ്ടിലോ ഇതേപോലെ സ്റ്റാർ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. സ്റ്റാർ സീരീസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ബണ്ടിൽ ഇടയ്ക്ക് സ്റ്റാർ വരും. ഇപ്പൊ ലാസ്റ്റ് നോട്ട്സ് കണ്ടോ, സീരിയൽ നമ്പർ മാറി, സീരിയൽ നമ്പർ തന്നെ മാറി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. ദീസ് ആർ റീപ്ലേസ്മെന്റ് നോട്ട്സ്. ജനറലി റീപ്ലേസ്മെന്റ് നോട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എറർ പ്രിന്റിങ്ങിന്റെ ടൈമിൽ ഐഡന്റിഫൈ ചെയ്താൽ ഇറ്റ് വിൽ ബി റീപ്ലേസ് വിത്ത് സം അതർ സീരിയൽ നമ്പർ വിത്ത് സ്റ്റാർ മാർക്ക്. ദീസ് ആർ കോൾഡ് സ്റ്റാർ or non-serial numbers with star marks. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് കാണിക്കുമായിരുന്നു 22-3 അപ്പോൾ കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോ ഇത് കണ്ടോ, 1, 2, 5, 20, 50, 100, 200 ഇപ്പൊ നിലവിലുള്ള നോട്ടുകളാണ്. ഒന്നുണ്ട്, 2 നിർത്തലാക്കിയെങ്കിലും ഇൻ യൂസ് ആണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താന്ന് പറയാൻ പറ്റും? ഇതിന്റെ പ്രത്യേകത എന്റെ അടുത്ത് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. എന്താ പ്രത്യേകത? ആദ്യമായിട്ട് ഇറങ്ങിയതാണോ? അല്ല, സീരിയൽ നമ്പർ നോക്കിയോ. 20. ഓക്കേ, ഇപ്പൊ ടെക്നിക്ക് പിടിയിട്ട് ഇത് 3725 ഈ ഒരു സീരിയൽ നമ്പർ ഉള്ളത് മാത്രാണ്. ജെ ആണ് അല്ലെ? അല്ല, അത് മാറ്റുണ്ട്. പക്ഷെ ആ ഒരു നമ്പർ ഉള്ള സീരിയൽ നമ്പർ ഉള്ള എല്ലാ നോട്ടുകളും, ഇപ്പൊ ഉള്ള എല്ലാ നോട്ടുകളും വിത്ത് 1 രൂപ അല്ലെ ഇതുവരെ നിലവിലുള്ള. ഈ 2000-ഉം 1000-ഉം ഒക്കെ ഓൾറെഡി ഡിമോണിറ്റൈസ്ഡ് ആണ്. ബാക്കി നിലവിലുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നോട്ട്സിനെയും ഒരേ രീതിയിലുള്ള സീരിയൽ നമ്പർ 13/7/25. 13 ആണല്ലേ? 13 ആണോ ഇത്? 13/0 എന്നല്ലേ ഞാൻ വിചാരിച്ചു. ഒരു നമ്മുടെ സീരിയൽ നമ്പറിനകത്ത് 1 ഇടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. നമ്മള് നോട്ടുകൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കൈമാറി വരുന്നുണ്ടെങ്കിലും ഇതിനകത്തുള്ള സീരിയൽ നമ്പർ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇല്ല. അപ്പൊ അതാണ് 13. ഇപ്പൊ എല്ലാം ഉണ്ട് നമ്മുടെ കറക്റ്റ് ആയിട്ട്. അതേപോലെ ഇതുണ്ടോ 7925. അതും അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ക്രേസി ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. ഇനി ക്രേസി ആയിട്ടുള്ള മാച്ച് ബോക്സിന്റെ കളക്ഷനും കൂടെ ഒന്ന് കാണിച്ചു തരുമോ? ഷുവർ, 100%. അരവിന്ദ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അരവിന്ദ് കറൻസി യൂസ് ചെയ്യാറേ ഇല്ല. ഈ കണ്ട കറൻസി ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ആള് കറൻസി യൂസ് ചെയ്യാറേ ഇല്ല. എനിക്ക് തോന്നുന്നു ട്രാൻസാക്ഷൻസ് എങ്ങനെയാ ചെയ്യാ? For the past 8 years ഞാൻ I've only used credit cards. ഇത്രയും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുള്ളതാ? Yes, എല്ലാം എൻ്റെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡ്, അരവിന്ദ് കുമാർ പൈ. ഓക്കെ. അപ്പൊ ഇത് എന്നുവെച്ചാൽ നമ്മളിപ്പോ സാധാരണ ലോക്കൽ സ്റ്റോറിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാറില്ലേ വീട്ടിലൊക്കെ, അപ്പൊ അതുപോലും ചെയ്യില്ല? അങ്ങനെ ചെയ്യാറില്ല. അതിന് കാരണമുണ്ട്. എനിക്ക് നിങ്ങളത് കവറേജിൽ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ പ്രായം മുതൽ നമ്മളിപ്പോൾ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ പോവാണ്, നമ്മളോട് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് അരവിന്ദ് എന്ന് ചോദിക്കും. ഒരാളുടെ
പേര് പോലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി, മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഈ സ്കൂളിൽ പോയിട്ട് പഠിക്കുമ്പോഴും അറ്റൻഡൻസ് എടുക്കുമ്പോൾ ടീച്ചർ അരവിന്ദ് എന്നാ പറയുന്നത്. അവർക്ക് ആ ഒരു ബോധമില്ല. ഒരു ടീച്ചറിന് വെച്ചാൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ മര്യാദയ്ക്ക് എടുക്കണ്ടേ. അപ്പൊ ചെറിയ പ്രായം മുതൽ അങ്ങനെ. അപ്പൊ ഞാൻ ആലോചിച്ചു, എങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടാവണം. എനിക്ക് എ കെ പി എന്നാണ് ഫ്രണ്ട്സ് വിളിക്കാറ്, അല്ലെ അരവിന്ദ് കുമാർ പൈ. ഈ അരവിന്ദ് കുമാർ പൈ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അരവിന്ദിന്റേതായ ഒരു സ്പേസ് ഉണ്ടാവണം. സ്പേസ് ഉണ്ടാവണം ഞാൻ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ചായക്കൂടെ പോകാറില്ലെന്നില്ല, പോയി കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് പേ ചെയ്യാറില്ല. എൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും, എൻ്റെ സുഹൃത്തുക്കൾ കൊണ്ടുപോയി അവരായിരിക്കും പേ, ഞാൻ പേഴ്സണലി പേ ചെയ്യാറില്ല. അപ്പൊ ഞാൻ ഓർത്തു ഈ ക്യാഷ് എന്തായാലും യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നു, 2016 നവംബർ 8 നമ്മുടെ പ്രധാനമന്ത്രി നോട്ട് നിരോധനം കൊണ്ടുവന്നു. 500-ന്റെ 1000-ന്റെ നോട്ട് നിർത്തലാക്കി. ദൈവം സത്യമായിട്ട് എൻ്റെ കയ്യിൽ 500-ന്റെ ഒരു നോട്ടും ഇല്ലായിരുന്നു, 1000-ന്റെ ഒരു നോട്ടും ഇല്ലായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ തിങ്ങിക്കൂടി നടക്കുവാണ്. എന്തിനാ ഇത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് എൻ്റെ കയ്യിൽ ഈ നോട്ടില്ലായിരുന്നു. അപ്പോൾ ദൈവാധീനം കൊണ്ട് അന്നൊന്നും ക്യൂവിൽ നിന്നില്ല. അന്ന് ഞാൻ ചിരിക്കുക, കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ പവർ എന്ന് വെച്ചാൽ ഇറ്റ്സ് പ്ലാസ്റ്റിക് മണി, വെറൈറ്റി ഓഫ് കാർഡ്സ് ദാറ്റ് ഐ യൂസ്. എനിക്ക് ഇത് മതി ജീവിക്കാനായിട്ട്. ഞാൻ പോയിട്ട് ഇപ്പോൾ ചേർത്തലയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഗ്രാമി സൂപ്പർ മാർക്കറ്റ്, മഞ്ഞൾ, അവിടെ പോയാൽ നമുക്ക് സ്വൈപ്പ് ചെയ്യാം. അല്ലാണ്ട് ഒരു പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ KVM ഹോസ്പിറ്റൽ. അതല്ല ഞാൻ ചോദിച്ചത്, മെഡിക്കൽ സ്റ്റോറിലോ അങ്ങനെ എന്തെങ്കിലും. മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാലും കാർഡ്സ് എടുക്കാറുണ്ട്. ഐ മീൻ I am a demanding customer. Okay. I mean, a customer is someone who is very choosive. When it comes to me, I'm very choosive. I go to places where I like or somewhere where I get good service. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ ആ സ്ഥലത്ത് മാത്രം പോയാൽ മതിയല്ലോ. അത്യാവശ്യം അപ്പോൾ ഞാൻ സ്വൈപ്പ് ചെയ്യും. They are happy. I'm happy. No currency apart from my collection. Okay, അടിപൊളി. ഇപ്പൊ ഇത്രയും അരവിന്ദ് യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ്സ് ആണ് അല്ലേ? ഇത്രയും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് ആണ്? ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡ്സ്. ഇത് വെച്ചിട്ടാണ് അരവിന്ദിന്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? അതെ. എന്താവശ്യമുണ്ടെങ്കിലും എന്തെങ്കിലും ലോക്കൽ സ്റ്റോറിലും അങ്ങനെയൊന്നും പോവാറുമില്ല. ക്രെഡിറ്റ് കാർഡ്സ് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ അരവിന്ദ് പോവാറുള്ളൂ അല്ലേ? അതെ, സത്യമായിട്ടും. ഇത്രയും നാളുകളായിട്ട് എപ്പോഴെങ്കിലും മാറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇല്ല, ഞാൻ യൂസ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? നോട്ട് യൂസ് ചെയ്യുന്ന സാഹചര്യം, ഇപ്പോൾ ഗ്രോസറി സ്റ്റോറിൽ ഇടയ്ക്ക് വൈഫ് പോകാൻ പറയും. അപ്പൊ ഞാൻ പറയും എനിക്ക് ഓപ്ഷനിൽ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് 100 രൂപ എടുത്ത് തരും. അങ്ങനെ പോവാറുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഐ എം വെരി ചൂസീവ്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ബാങ്കിനെ യൂസ് ചെയ്യുന്ന എൻ്റെ ഉപയോഗത്തിന് വേണ്ടിയാണ്. സാധാരണ എപ്പോഴും നമ്മൾ ബാങ്കിൽ പോകുമ്പോഴുണ്ടല്ലോ, അവര് നമ്മളെ യൂസ് ചെയ്യുന്നത് ഒരു FD ഇടാനായിട്ട്. എൻ്റെ കയ്യിൽ FD ഇല്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഡെപ്പോസിറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. എൻ്റെ ക്യാഷ് എല്ലാം എൻ്റെ അത്യാവശ്യം എൻ്റെ കളക്ഷന് വേണ്ടിയിട്ടും എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനും മറ്റ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിനും പോകുന്ന കാര്യം. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇത്രയേ ഉള്ളൂ, എനിക്ക് എങ്ങനെ ബാങ്കിനെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഏത് ബാങ്കിൽ പോയാലും ഞാൻ യൂസ് ചെക്ക് ചെയ്യാറുള്ളൂ. എനിക്ക് കിട്ടുന്ന ഹോം ലോൺ ആണെങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് എനിക്ക് കിട്ടണം. അത് ഏത് ബാങ്ക് ആയാലും ദ ബാങ്ക് ഷുഡ് കം ടു മീ. ഐ ഡോണ്ട് ലൈക്ക് ഗോയിങ് ടു ദ ബാങ്ക്. പിന്നെ നല്ല സർവീസ് തരുന്ന ബാങ്ക് ആണെങ്കിൽ അവർക്ക് അതേ രീതിയിൽ ഞാൻ അവർക്ക് അപ്രീസിയേഷൻസ് കൊടുക്കാറുണ്ട് വെർബലി. പലപ്പോഴും ഞാൻ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന എംപ്ലോയീസിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇമെയിൽസ് അയച്ച് അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിരുന്ന ബാങ്കേഴ്സിൻ്റെ എഗെയിൻസ്റ്റും ഞാൻ വളരെ അങ്ങേയറ്റം പോകുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും കഴിഞ്ഞ ഒരു 18 കൊല്ലമായിട്ട് ഫോർ ദ പാസ്റ്റ് 18 years ഐ എം എ വെരി സിബിൽ ഹെൽത്തി പേഴ്സൺ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഓൺ ടൈം അതെ അത് ഞാൻ കേട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ സിബിൽ സ്കോർ, എന്റെ സിബിൽ സ്കോർ ഇസ് ഓൾവേസ് 800 and above. ആൻഡ് വെൻ സംബഡി ഈസ് ക്രെഡിറ്റ് വർത്തി പേഴ്സൺ, ബാങ്ക്സ് ഓഫർ ഗ്രേറ്റ് സോർട്ട് ഓഫ് ഓഫേഴ്സ്. എന്റെ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ലൈഫ് ലോങ് ഫ്രീ ആണ്. ചാർജസ് വരാൻ നമ്മൾ പാടാണ്. ഓരോ ദിവസവും പേയ്മെന്റ് അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഒരു പ്രാവശ്യം തെറ്റരുത്. അപ്പോ എന്റെ ലൈഫിൽ ഞാൻ പേഴ്സണലി എനിക്ക് ഡെബിറ്റ് കാർഡ്സ് ഇല്ല, ഞാൻ ചെക്സ് യൂസ് ചെയ്യാറില്ല, വിഡ്രോൾസ് ഇല്ല. എല്ലാം ഓൺലൈൻ ട്രാൻസ്ഫർ ക്രെഡിറ്റ് കാർഡിൽ ഇട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ SI കൊടുത്തിട്ട് വിഡ്രോൽ ആവുന്ന. ദർ ആർ സം സോർട്ട് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ് SI കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇന്ന ഡേറ്റിൽ വിഡ്രോ. ചിലതൊക്കെ ഞാൻ തന്നെ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യും. സോ ഐ ഡോണ്ട് കീപ് ക്യാഷ് ഇൻ മൈ അക്കൗണ്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ബിക്കോസ് എനിക്ക് ഒരുപാട് ലോൺസ് ഉണ്ട്, അത് തീർക്കും. ബാക്കി എല്ലാം ക്രെഡിറ്റ് കാർഡിൽ. ഇതെല്ലാം ഞാൻ നിയമപരമായിട്ട് ചെയ്യുന്നതാണ്. ഒരാൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിലും
യൂസ് ചെയ്യാം. ഇതിന്റെയൊക്കെ ലയബിലിറ്റി എനിക്കില്ല. ആർക്ക് വേണേ ചെക്ക് ചെയ്യാം. ഞാനൊരു തെറ്റായ ഒരു കാര്യത്തിൽ ചെയ്തിട്ടില്ല. എവറിത്തിങ് ഇസ് പെർഫെക്റ്റ് ട്രാൻസാക്ഷൻ, ക്ലീൻ ട്രാൻസാക്ഷൻ, വൈറ്റ് ട്രാൻസാക്ഷൻ. പിന്നെ whenever I'm a credit worthy person, 99.99% ഒരു SBIയുടെ ഒരു കാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ കാർഡ്സും എനിക്ക് ലൈഫ് ലോങ് ഫ്രീ ആണ്. സർവീസ് ചാർജസ് വരാണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇയർലി ചാർജ് പോലും എനിക്കില്ല. അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, കറക്റ്റ് ആയിട്ട് പേ ചെയ്യും എന്ന് മാത്രമല്ല, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും, ക്രോസ് എക്സാമിനേഷൻ ചെയ്യും. ഐ മീൻ ഒരു കോൺഫർമേഷൻ ദാറ്റ് പേയ്മെന്റ് ഇസ് ഡൺ. ഇഫ് യു ഡു ദാറ്റ്, നത്തിങ് ക്യാൻ ബി സ്റ്റോപ്പ്. ക്രെഡിറ്റ് വർത്തി പേഴ്സൺ. ഞാനിപ്പോ ഒരു ബാങ്കിൽ പോയാലും എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ബിക്കോസ് ദേ നോ, വെൻ ദേ ടേക്ക് മൈ സിബിൽ, ദേ നോ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് ക്രെഡിറ്റ് വർത്തി, ഇസ് എ ജെന്യൂൻ പേഴ്സൺ, ഒത്തന്റിക് പേഴ്സൺ. അപ്പൊ നമുക്ക് വേറൊരാളുടെ റെഫറൻസിന്റെ ഒരു ആവശ്യമില്ല. ഇതെന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യമാണ്. അതെ. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ മാച്ച് ബോക്സിന്റെ കളക്ഷൻ കാണിച്ചു തരാന്ന്, അതും വെറൈറ്റി ആണ്. കുറെ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു മാച്ച് ബോക്സിന്റെ ഒരു കളക്ഷൻ എടുത്തേ. ഓക്കെ, ഇതിനകത്ത് വിജയിന്റെ ഉണ്ട്, സൂര്യയുടെ ഉണ്ട്, സൽമാൻ ഖാൻ ഉണ്ട്, എന്താ പറയാ കുറേ പേരുടെ ഉണ്ട്, നയൻതാരയുടെ ഒക്കെ പഴയ ഫോട്ടോ വെച്ചിട്ടുള്ള മാച്ച് ബോക്സ് ഉണ്ട്. ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എന്താ പറയാ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും, എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, വേറെ ഏതൊക്കെ ടൈപ്പ് ഓഫ് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്? എനിക്ക് തോന്നുന്നു അരവിന്ദ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഓരോ കമ്പനീസും ഓരോ മാച്ച് ബോക്സ് ഇറക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഒട്ടും റെയർ ആയിട്ട് ഉള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കത് അറിയില്ല, പലർക്കും അതും അറിയണ്ടാവില്ല. ജിയോന്റെ ഉണ്ട്, ഫേസ്ബുക്കിന്റെ വരെ ഉണ്ട്. ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് ജിയോയുടെ മാച്ച് ബോക്സ് ആണിത്. പല ടൈപ്പ് ഓഫ് മാച്ച് ബോക്സ്. ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നത്? നമുക്കൊന്നും ജിയോടെ ഒന്നും കിട്ടില്ലല്ലോ. ഇത് when we go beyond സൗത്ത് ഇന്ത്യ ഇതേപോലത്തെ ഒരുപാട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ മാച്ച് ബോക്സ് ഇന്ത്യയിൽ ഇറക്കുന്നത്, ഏഷ്യയിലും ഇറക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇറ്റ് ഗോസ് അക്രോസ് പ്ലെന്റി ഓഫ് പ്ലേസസ്. UP-യിൽ ഒരുപാട്, ഉത്തർപ്രദേശിൽ ഒരുപാട് അധികം മാച്ച് ബോക്സ് വെറൈറ്റീസ് കിട്ടും. ഗുജറാത്തിൽ കിട്ടും. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ. ഐ മീൻ എൻ്റെ ഒരു ജേർണിയിൽ more than 5,000+ വെറൈറ്റി ഓഫ് മാച്ച് ബോക്സസ് ഹാസ് ബീൻ സെക്യൂർഡ് ഫ്രം തമിഴ്നാട്. തമിഴ്നാട് is actually the matchbox capital of India. അങ്ങനെ വേണേ പറയാം. വേറെ ഏതാ വെറൈറ്റി കളക്ഷൻസ് ഉള്ളത്? അതും കൂടെ ഒന്ന് കാണിക്കാം. ഒരുപാടുണ്ട്. എല്ലാം വെറൈറ്റി ആണ്. ഇതിന്റെ ഇടയില് അതിലും വെറൈറ്റി ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ എടുത്തത്. ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഐ മീൻ പഠിക്കാവുന്ന ഒരുപാട് അധികം കാര്യങ്ങൾ നമുക്ക് മാച്ച് ബോക്സിൽ നിന്ന് കിട്ടും. 3ാം ക്ലാസ്സിലൊരു ചെയ്യാനായിട്ട് പിള്ളേർക്ക് കൊടുത്തു വിടും. അങ്ങനത്തെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാം. ഈവൻ +2 വരെ. ഈവൻ എന്താ പറയാ, വാട്സപ്പിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ അകത്ത് വാട്സപ്പിന്റെ പടം ഉള്ളതുണ്ട്. അത് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഒറ്റ ഒരു ഇതല്ലേ? ഫേസ്ബുക്കിന്റെ ഇത് ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെ ആരിറക്കുന്നത്? ഇത് ഒരുപാട് മാച്ച് ബോക്സ് ഫാക്ടറീസ് ഉണ്ട്. ആക്ച്വലി മാച്ച് ബോക്സ് ഫാക്ടറിയുടെ ഒരു നമ്മൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംരംഭമാണ്. ഇത് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടും. കാരണം എന്ന് വെച്ചാൽ വളരെ ലോ കോസ്റ്റ് ലിവിങ്ങിൽ ജീവിക്കുന്ന ലേഡീസ്, സ്ത്രീകൾ ഒരുപാടധികം എഫേർട്ട് എടുത്തിട്ട് അവരുടെ ഡെയിലി ലൈവ്ലിഹുഡ് അതിന് വേണ്ടിയിട്ട് പോകുന്നത് മാച്ച് ബോക്സിന്റെ ഫാക്ടറീസിലാണ്. ആൻഡ് ദേ ഗെറ്റ് ഗുഡ് എമൗണ്ട്. ഒരു ചിലപ്പോൾ ഒരു ദിവസക്കൂലി ആയിരിക്കും, അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെന്റ്, വട്ട് എവർ ഇറ്റ് ഇസ്. ഞാൻ അവിടെ പോയി മനസ്സിലാക്കിയ കാര്യമാണ്, ഇങ്ങനെ പോകുന്ന ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഇതിനകത്തൊക്കെ അത്യാവശ്യം അവർക്ക് ജീവിക്കാനുള്ള ഒരു അവർക്ക് കിട്ടും. ഒരു സ്ത്രീകൾ എന്ന രീതിയിൽ തല ഉയർത്തി ജീവിക്കാവുന്ന നൈസ് തിങ്. ഇറ്റ്സ് എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ആൻഡ് അത് മാത്രമല്ല, ഇത് പലയിടത്തും ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മാച്ച് ബോക്സസ് പലയിടത്തും, ഇന്ത്യയിൽ പലയിടത്തും, ഈവൻ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാച്ച് ബോക്സ് പ്രിന്റിംഗ് നോക്കി കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു മാച്ച് ബോക്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ശിവകാശി പോലെയുള്ള ഇത്, സാത്തൂർ, അങ്ങനെ ഒരുപാടധികം സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും കിട്ടും. ഇതിപ്പോ നമുക്ക് കുറച്ച് കളക്ഷൻസെ കാര്യങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ. എന്താ പറയാ, ഇനി എപ്പോഴെങ്കിലും ഒന്നും കൂടെ ഇരുന്ന് ഈ മാച്ച് ബോക്സ് മാത്രമായിട്ട് നമ്മൾ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റി. എന്താ പറയാ, കറൻസി ആയാലും എന്താ പറയാ മാച്ച് ബോക്സ് ആയാലും ഇനിയും കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി ഒരു വലിയൊരു എന്തോ വരാനുണ്ട്. ഒരു പ്രത്യേകത കൂടി എന്റെ കളക്ഷൻ ഉണ്ട്. ഞാൻ ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കാറില്ലെങ്കിൽ കൂടി ഞാൻ അത് പറയാനൊരു കാര്യം, ചെറുപ്പത്തില്
ഞാൻ തുടങ്ങിയ കളക്ഷനാണ് സ്റ്റാമ്പ്സ്. അതിൽ നിന്ന് പിന്നെ 1 രൂപ, പിന്നെ മാച്ച് ബോക്സ്, അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി. പക്ഷേ വൺ യുണീക് തിങ് അബൌട്ട് മൈ കളക്ഷൻ ഇസ് ദാറ്റ് ഐ എം നോട്ട് എ മെമ്പർ ഓഫ് എനി ഫിലാറ്റലിക് ഓർ നുമിസ്മാറ്റിക് ക്ലബ് in Kerala, India or world. Okay. It is perfectly one single focus. Okay. ഒരു പേഴ്സണൽ ഒരു പേഴ്സണൽ വേണമെങ്കിൽ പറയാം. പാഷൻ ആണ് ഞാൻ ആക്ച്വലി കൂടുതൽ ഇത് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരു വെറൈറ്റി ആണ് എല്ലാം. ഈ മാച്ച് ബോക്സ് ആയാലും കറൻസിയുടെ ആയാലും ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് കളക്ട് ചെയ്ത് കൂട്ടട്ടെ. Thank you so much. Thank you so much. Okay.